എനിക്കറിയാം, നിവൃത്തിയോട് കൊണ്ടാ നീ എന്നെ സഹിക്കുന്ന അല്ലേ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ നന്ദ? ടെൻഷൻ ആവണ്ട. ചായ കുടിച്ച കപ്പ് ക്ലിയർ ചെയ്യാൻ സ്റ്റാഫ് വന്നതായിരിക്കും. കപ്പിങ്ങിതാ, ആരാന്ന് പോയി നോക്ക്. ഗുഡ് മോർണിംഗ് സാർ. നന്ദൻ സാറല്ലേ? സാറിന് എന്നെ ഓർമ്മയില്ലേ? നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോ സിറ്റുവേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവും. അടുത്ത സീൻ പോലീസ് സ്റ്റേഷനിൽ. അച്ചായ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടാവുമ്പോ സദ്യ എവിടെ വെച്ചായിരിക്കും അച്ചായ? 5 മൈൽ ഷാപ്പിൽ വെച്ച്. ചെലവ് എന്റെ വക. ഞാനൊരു പത്രക്കാരനാണ്. ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. സന്തോഷം. എന്താ കാര്യം? തനിക്കെന്താ വേണ്ടേ? അയ്യോ മാഡം, ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയോ? ആയോന്ന് ചോദിച്ചാ ആയി. ഞങ്ങള് രണ്ടുപേരും ഇവിടെ റൂം എടുത്തതേ കുറച്ച് മനസമാധാനത്തിന്. സന്തോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നാ ഡിസ്റ്റർബ് ആവില്ലേ പിന്നെ? ഓ അയ്യോ, സോറി. സോറി? നല്ല മൂഡ് കളഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞാ മതിയോ? അല്ലേ നന്ദ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പറ. അത് ഒരു സഹായത്തിനാ സാറേ. ഇപ്പോ PRDയിൽ താൽക്കാലികമായി യൂട്യൂബ് ചാനലുകാരെ നിയമിക്കുന്നുണ്ടെന്ന് കേട്ടു. സിദ്ധാർത്ഥ സാർ വിചാരിച്ചാൽ ഒന്ന് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. നിങ്ങൾക്കൊന്നും തോന്നരുത്. മാഡം ഒന്ന് പറയൂ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? മാഡം പറഞ്ഞ പാറ് കേൾക്കും. നന്ദൻ പറഞ്ഞതല്ലേ, അത്തരം റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല. നിങ്ങൾ ചെല്ല്. സാറൊന്ന് ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന്. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ചെല്ല്. ശരിയാക്കി തരാം.